കൊല്ലം ചടയമംഗലത്ത് തളർന്നു വീണ ഈരാറ്റുപേട്ട അയ്യപ്പൻ എന്ന ആനയുടെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. ആന ആരോഗ്യവാനായിരുന്നുവെന്നും പെട്ടെന്നാണ് ആന കുഴഞ്ഞു വീണതെന്നും സംഭവം നേരിൽ കണ്ടുകൊണ്ടിരുന്ന നാട്ടുകാർ പറയുന്നത് വീഡിയോയിൽ വ്യക്തമായി കേൾക്കാം. ഇന്നലെയാണ് കൊല്ലം ചടയമംഗലത്തിനടുത്ത് തിരുവൈക്കോട് ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചെത്തിച്ച ഈരാറ്റുപേട്ട അയ്യപ്പൻ എന്ന ആന വൈകിട്ട് 6 മണിയോടെ കുഴഞ്ഞു വീണത്. അത്യുഷ്ണം കാരണം ആനയുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ സംഭവിച്ചതാണെന്നാണ് കുഴഞ്ഞു വീഴാൻ കാരണമെന്ന് പറയുന്നു. ആന വീണതിനെ തുടർന്ന് ആനപ്പാപ്പാന്മാരും നാട്ടുകാരും ആനയുടെ ശരീരത്തിൽ വെള്ളമൊഴിച്ചും ആനയ്ക്ക് കുടിക്കാൻ വെള്ളം നൽകിയും കൂടാതെ ആനയുടെ ശരീരത്തിൽ രക്തയോട്ടം കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തതോടെ ആന എഴുന്നേൽക്കുകയായിരുന്നു. ആന തളർന്നു വീണപ്പോൾ എഴുന്നേൽപ്പിക്കാനായി ആനപ്പാപ്പാന്മാരും ആനപ്രേമികളും നടത്തിയ ശ്രമങ്ങളെ അഭിനന്ദിച്ചേ പറ്റൂ. പിന്നീട് വനം വകുപ്പെത്തി ആനയെ പരിശോധിച്ചെങ്കിലും ആനയ്ക്ക് യാതൊരുവിധ കുഴപ്പവുമില്ലെന്ന് കണ്ടെത്തിയിരുന്നു. ആനയുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ മൂലം ജലാംശം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആന കുഴഞ്ഞു വീണതെന്ന് മനസ്സിലാക്കി. തുടർന്ന് ആനയെ എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കാനുള്ള അനുമതി നൽകിയില്ല. എഴുന്നേറ്റാൽ മതിയായിരുന്നു പാവം. അവിടെ നമുക്ക് അപ്പി ഇട്ട് കൂട്ടുവന്നു നോക്കൂ. പോലീസുകാരോടൊക്കെ മാറിയിരിക്കുന്നതിൻ്റെ കാരണം എന്താ? എഴുന്നേറ്റ് കഴിയുമ്പോൾ എല്ലാം നമുക്ക് മാറിയിരിക്കുന്നതാണ്. നമ്മൾ വൈകിട്ട് 4 മണിയായപ്പോൾ ക്ഷീണം കൊണ്ട് ചിലപ്പോൾ കിടന്നായിരിക്കും. പനി എന്തായിരുന്നു? സുഖമില്ലാത്തോണ്ട് കിടന്നായിരുന്നു. ചാരി കിടന്ന പനി. നോക്കൂടി ആ കാലിൻ്റെ കീഴൊക്കെ ചെയ്ത് നോക്കൂ. ഒരു കാലുകൊണ്ട് ഒറ്റ തട്ട് അങ്ങോട്ട് തട്ടി കഴിഞ്ഞാൽ അവൻ ഇവിടെ വന്ന് വീഴുന്നത്.
3 മണി വരെ ഇവിടെ നിരന്നിക്കുമായിരുന്നു. ഞാൻ ചാരുപടി നിന്ന് കണ്ടുകൊണ്ടിരിക്കില്ല. ഇന്നേപോലെ പഞ്ചായത്ത് വെള്ളം തുടങ്ങി ഇപ്പോഴാണ് ഇനി നടത്തിപ്പിക്കാൻ പോകുന്ന സമയത്താണ് ഒരാന കടന്ന് വീണ്ടും പെട്ടെന്ന് നോക്കുകൊണ്ട് ചരിഞ്ഞ് വീഴും.